നമസ്കാരം. പ്രധാന വാർത്തകൾ. മത്സരിക്കില്ലെന്നും മത്സരിക്കുമെന്നും മാറി മാറി പറഞ്ഞ് പി.വി. അൻവർ. ഞാൻ മത്സരിക്കുന്നതാണ് അവർക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല, മലപ്പുറം മത്സരിക്കുന്നില്ല. ആളുകൾ പറയുന്നു പൈസ ഞങ്ങൾ തരാം, ഒരുപാട് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുത്താൻ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കേണ്ടത്. യഥാർത്ഥ പ്രശ്നം മത്സരിക്കാനുള്ള സീറ്റ് തരാത്തതെന്ന് ആദ്യമായി തുറന്നു പറഞ്ഞു. വി.ഡി. സതീശൻ ചെയർമാനായി UDF-ലേക്കില്ല. ഇന്നും വി.ഡി. സതീശന് വിമർശനം. ഞങ്ങളോട് പറയാം, ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിലമ്പൂർ. റോഡ് ഷോയുമായി എത്തിയ ആര്യാടൻ ഷൗക്കത്തിന്റെ പത്രികാ സമർപ്പണം. മണ്ഡലത്തിലെത്തിയ സ്വരാജിന് വൻ സ്വീകരണം. NDA സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം. പെരുമഴ പെയ്ത്തിൽ വലഞ്ഞ് സംസ്ഥാനം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ഇടുക്കിയിൽ 148 വീടുകൾ തകർന്നു. ഹരിപ്പാട് മീൻ പിടിക്കാൻ പോയ യുവാവ് വള്ളം മറിഞ്ഞ് മരിച്ചു. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ 8 മത്സ്യത്തൊഴിലാളികളെ കരയിലെത്തിച്ചു. കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷം. മാനേജറെ മർദ്ദിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച ഉണ്ണി മുകുന്ദൻ. തർക്കത്തിനിടയിൽ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നത് സത്യം. തനിക്കെതിരെ വധഭീഷണിയുണ്ടെന്നും നടൻ. ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അഡീഷണൽ സെഷൻസ് കോടതി തീർപ്പാക്കി. പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് മലയാളി സംഘടന ദുബായിൽ സ്വീകരണം നൽകിയതിൽ വിവാദം. അഫ്രീദി ക്ഷണിക്കാതെ എത്തിയതെന്ന് സംഘാടകരായ കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വർഗീയ പരാമർശം നടത്തിയ നിയമ വിദ്യാർത്ഥിനി പൂനെയിൽ അറസ്റ്റിൽ. ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചത് US ഇടപെടലാണെന്ന് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പോളം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച UDF-ലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ച് പി.വി. അൻവർ. വി.ഡി. സതീശനാണ് തന്നെ ഘടകകക്ഷിയാക്കാതിരിക്കാൻ ശ്രമിക്കുന്നതെന്നും സതീശൻ നയിക്കുമ്പോൾ മുന്നണിയിലേക്കില്ലെന്നും അൻവർ വിശദീകരിച്ചു. എന്നാൽ പണമില്ലാത്തതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് അൻവർ. പിണറായി സത്തിനെതിരായ പോരാട്ടത്തിനിറങ്ങി ഒടുവിൽ UDF-മായി ഉടക്കിപ്പിരിക്കുകയാണ് പി.വി. അൻവർ. അതിനൊരേ ഒരു കാരണക്കാരനായി അൻവർ ആരോപിക്കുന്നത് UDF ചെയർമാൻ കൂടിയായ വി.ഡി. സതീശനെയാണ്. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക എന്ന് പറയുന്നതിനും അപ്പുറമാണ് സതീശൻ എന്നാണ് അൻവറിന്റെ വിമർശനം. മലമ്പുഴ പോലെ ജയസാധ്യത ഒട്ടുമില്ലാത്ത 2 സീറ്റുകളാണ് ആദ്യം ചോദിച്ചത്. അത് നൽകിയില്ല. നിലമ്പൂരിന് പകരം ഒരു സിറ്റിംഗ് സീറ്റ് ചോദിച്ചെങ്കിലും അതും അംഗീകരിച്ചില്ല. അസോസിയേറ്റ് പദവി മതിയെന്ന ആവശ്യത്തോടും മുഖം തിരിച്ചു. സതീശൻ നയിക്കുമ്പോൾ മുന്നണിയിലേക്കില്ലെന്നും വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അൻവർ തുറന്നടിച്ചു. ഞാനിനി അതിലേക്കില്ല. ഞങ്ങളോട് പറയാം, ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. എനിക്കൊരു അധികാരവും വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാ. പക്ഷേ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും. ഒരൊറ്റ വ്യക്തി അല്ലാതെ UDF-ന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. വീണ്ടും CPM-മായി അടുക്കാൻ ശ്രമിക്കുകയാണോ അൻവർ? അതിനുള്ള സാധ്യത അൻവർ തന്നെ തള്ളി. അതിന് വേറെ തന്തക്കെ എനിക്കണം, മനസ്സിലായില്ലേ? ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ്. അത് ഇവിടെ നിൽക്കുകയാണ്. ആ പിണറായിസത്തോട് കൂട്ടിക്കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെയല്ലേ പോരാട്ടം ഇനി ഉണ്ടാവുക. ഇനി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആഗ്രഹമുണ്ടെന്നായിരുന്നു മറുപടി. എന്നാൽ പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ല. ഞാൻ മത്സരിക്കുന്നതാണ് അവർക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല, മലപ്പുറം മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? 97 MLA-മാരും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ, ഓല MP-മാർ. UDF-ന്റെ 42 MLA-മാർ, അവരുടെ MP-മാർ, അവരുടെ സംവിധാനം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനാലാണ് താൻ സാമ്പത്തികമായി തകർന്നതെന്നായിരുന്നു അൻവറിന്റെ മറുപടി. ഇത് ജനവികാരം അനുകൂലമാക്കി വീണ്ടും മത്സരിക്കാനുള്ള നീക്കമായി വിലയിരുത്താം. ന്യൂസ് 18 മലപ്പുറം.
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി UDFിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് അൻവർ. യഥാർത്ഥത്തിൽ അൻവറിന്റെ ആവശ്യം VS ജോയിയോ UDF അംഗത്വമോ അല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ്. അതിന്റെ ഉറപ്പ് കിട്ടാത്തതാണ് ഉടക്കിന് പിന്നിൽ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് മുതൽ അൻവർ നടത്തിയ പ്രസ്താവനകളിൽ വ്യക്തമാണ് യഥാർത്ഥ തർക്കവിഷയം എന്താണെന്ന്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ആദ്യം എതിർത്തു. VS ജോയിക്ക് വേണ്ടിയാണ് ഇതെന്നായിരുന്നു വാദം. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. അൻവറിന്റെ സമ്മർദ്ദം മറികടന്ന് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. അൻവറിനെ മെരുക്കാൻ പുതിയ ഓഫർ, മുന്നണിയിൽ അസോസിയേറ്റ് അംഗത്വം. പക്ഷേ അൻവറിന് അത് വേണ്ട, പൂർണ്ണ അംഗമാവണം. സഹകരണ മുന്നണി അറിയാം, നിങ്ങൾക്ക് അറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണമെന്ന് മതി. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായ പരസ്യ നിലപാട് തിരുത്തിയാൽ പൂർണ്ണ അംഗത്വം എന്ന സൂചന പോലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പക്ഷേ തുടർച്ചയായ വാർത്താസമ്മേളനത്തിലൂടെ UDFുമായുള്ള സഹകരണ സാധ്യത അൻവർ അടച്ചു. ഇതിന് അൻവറിന് കൃത്യമായ കാരണമുണ്ട്. പുറമേക്ക് ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവും അസോസിയേറ്റ് അംഗത്വവുമൊക്കെയാണ് തർക്കവിഷയമായി കേട്ടതെങ്കിലും ഒടുവിൽ ആ യഥാർത്ഥ കാരണം അൻവർ തുറന്നു പറഞ്ഞു. ഞങ്ങൾ എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്, മറ്റേ ഘടകകക്ഷി വിട്, അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ്. അപ്പം പറയാ നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാമല്ലോ, 140 സീറ്റില്ലേ, എവിടെയും മത്സരിക്കാമല്ലോ, അത് നമുക്ക് തീരുമാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറ്റൂല, മുമ്പ് റെഡിയായിരുന്നു, ഇപ്പം പറ എനിക്ക് ഏത് സീറ്റ് തരും. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ നിർത്താൻ പറഞ്ഞു, ഞാൻ നിർത്തിക്കോളൂ. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ, കൊല വിളിക്കാനാണ് തീരുമാനം, മനസ്സിലായില്ലേ? പിണറായിസം എന്ന വാദമുയർത്തി നിലമ്പൂരിൽ നിന്ന് രാജിവെക്കുമ്പോൾ തിരുവമ്പാടി സീറ്റായിരുന്നു അൻവറിന്റെ മനസ്സിൽ. പക്ഷേ ഇതിന് ലീഗ് കനിയണം. നിലമ്പൂർ സീറ്റ് കോൺഗ്രസിനല്ലേ കിട്ടിയത്, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന് ലീഗ് നിലപാട്. സിറ്റിംഗ് സീറ്റ് വിട്ടൊഴിഞ്ഞു വരുന്ന തനിക്ക് രാജകീയ വരവേൽപ്പ് പ്രതീക്ഷിച്ച അൻവറിന് കിട്ടിയ ആദ്യ തിരിച്ചടിയായിരുന്നു ഇത്. നിലമ്പൂർ കൈവിടുകയും ചെയ്തു. UDFിൽ വിജയസാധ്യതയുള്ള സീറ്റ് ഉറപ്പില്ല താനും. മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല, കോൺഗ്രസിൻ്റെ സീറ്റാണ് നിലമ്പൂർ. കോൺഗ്രസിനാണ് എൻ്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ആണല്ലോ തരേണ്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി. UDFിൽ ഒന്നിലധികം സീറ്റ്, ഭൂരിപക്ഷം കിട്ടിയാൽ മന്ത്രിസ്ഥാനം. ഒറ്റപ്പാർട്ടി MLA-മാർക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകുന്ന UDFിന്റെ പതിവ് സ്വപ്നം കണ്ടായിരുന്നു അൻവറിന്റെ നീക്കങ്ങൾ. ചർച്ച പുരോഗമിച്ചതോടെ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് പോലും കിട്ടില്ലെന്ന സ്ഥിതി വന്നു. ഇതോടെ ഇനി മുന്നണിയിലേക്കില്ലെന്ന് പരസ്യമായി പറഞ്ഞു. പണമില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും രാവിലെ പറഞ്ഞ അൻവർ പുതിയ സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ്. നോമിനേഷൻ നൽകി സമ്മർദ്ദമുയർത്തി ആവശ്യം നേടിയെടുക്കലാണ് പുതിയ നീക്കം. ആളുകൾ പറയുന്നു പൈസ ഞങ്ങൾ തരാം, ഒരുപാട് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കേണ്ട. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇനി UDFിലേക്കില്ലെന്ന് പറഞ്ഞിട്ടും അൻവറിനെ ചേർത്ത് നിർത്താൻ ചില കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന താൽപ്പര്യമാണ് അൻവറിന്റെ പ്രതീക്ഷ. തുടക്കം മുതൽ സസ്പെൻസുള്ള നിലമ്പൂരിൽ ഇനിയും പല രാഷ്ട്രീയ നാടകങ്ങളും പ്രതീക്ഷിക്കാം. TG സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ നിൽക്കാമെന്ന് KC വേണുഗോപാൽ. അൻവറിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായാണ് KC വേണുഗോപാൽ നിലപാട് വ്യക്തമാക്കിയത്. താൻ പറഞ്ഞതിലെല്ലാം ഉണ്ടെന്നും ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജയിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ആര്യാടൻ ഷൗക്കത്ത് അവിടുന്ന് MLA ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംശയമില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലക്ഷ്യം വിശാലമായ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സർക്കാർ ജനങ്ങൾ വെറുക്കപ്പെട്ട സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പോലും മനസ്സിലാകാത്ത ഈ സർക്കാരിനോട് താല്പര്യമില്ല. അപ്പം അത് പ്രതിഫലിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനിലെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. അതിനകത്തെല്ലാം ഉണ്ട്. അൻവറിന്റെ ഡിമാൻഡാണ് UDFിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായതെന്ന് K സുധാകരൻ. UDFിലേക്ക് വരാൻ അൻവറിന് ഇപ്പോഴും തടസ്സമില്ല. അൻവർ ഇല്ലെങ്കിലും UDF വിജയിക്കും. അൻവറിനെ മുന്നണിയിൽ കൊണ്ടുവരാൻ UDFിന്റെ പിന്തുണയോടെ താൻ വ്യക്തിപരമായി ശ്രമിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. നിലമ്പൂരിൽ സ്വന്തം ഇഷ്ടപ്രകാരമല്ല M സ്വരാജ് മത്സരിക്കുന്നതെന്നും K സുധാകരൻ കുറ്റപ്പെടുത്തി. ആര്യാടൻ ഷൗക്കത്തിനെ സ്വീകരിക്കാൻ, സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ സതീശൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവരുമായിരുന്നു.
LDF UDF സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായതോടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്. എന്നാൽ NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇനിയും അനിശ്ചിതത്വം തുടരുകയാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് മുതൽ റോഡ് ഷോകളിലൂടെ വരവറിയിക്കുകയാണ് LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. ആദ്യ ദിനം തന്നെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും റോഡ് ഷോ നടത്തി പ്രചരണം ട്രാക്കിലാക്കി LDF. റോഡ് ഷോകൾക്കുള്ള ജനപിന്തുണ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മുഖ്യമന്ത്രിയായാണ് സഖാവ് പിണറായി അധികാരത്തിലേക്ക് വന്നത്. ഇപ്പോൾ 9 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം മുന്നണി ഭേദമന്യേ മലയാളികളുടെ സ്വന്തം മുഖ്യമന്ത്രിയായി മാറി. UDF പ്രവർത്തകരെ ആവേശത്തിലാക്കി റോഡ് ഷോ നടത്തിയായിരുന്നു ആര്യടൻ ഷൗക്കത്തിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. 100% ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനവും ഒക്കെ വളരെ നേരത്തെ തന്നെ തുടങ്ങിയവരാണ് UDF. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏകദേശം ഞങ്ങളുടെ കമ്മിറ്റികളും ബാക്കി പ്രവർത്തനങ്ങളൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ 100% ആത്മവിശ്വാസത്തോടെയാണ്. സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ വീടുകൾ കയറുന്ന പരിപാടിയിലേക്ക് നടന്നു കഴിഞ്ഞു. പ്രചരണ പരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അനിശ്ചിതത്വം തുടരുകയാണ്. BDJS മത്സരിക്കുമെന്ന സൂചനകൾ വരുമ്പോഴും NDA നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. മണ്ഡലത്തിൽ 10,000-ലേറെ വോട്ടവകാശപ്പെടുന്ന NDA തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ വോട്ട് കച്ചവടമെന്ന ആക്ഷേപത്തിന് മറുപടി പറയേണ്ടി വരും. നിലവിൽ തന്നെ കോൺഗ്രസ് അത് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാണ് ലാസ്റ്റ് ഡേറ്റ്? അതിന് മുമ്പ് തീരുമാനിക്കും. അതുപോലെ BJP മത്സരിക്കും അതോ BDJS അയക്കും? അത് 2-ാം തീയതി മുമ്പ് പറയാം. അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു അനാവശ്യമായ ഒരു മത്സരമാണ്, ഒരു ഇലക്ഷൻ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലേ. ഇവരല്ലേ ഈ BJP അല്ല, LDF-ഉം UDF അല്ലേ ഈ ഇലക്ഷന്റെ ഒരു സൃഷ്ടിക്കുന്ന അവരല്ലേ ചുമതല. അവര് ചെയ്തു. ഇനി 6-7 മാസമുണ്ട് ഈ അസംബ്ലിന്റെ ടേമില്. അതെല്ലാം വിചാരിച്ചിട്ട് അത് ചിന്തിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. SDP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടിയും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മഴ തുടരുന്നു. വിഴിഞ്ഞത്ത് നിന്ന് ഉൾക്കടലിൽ കാണാതായ സഹായമാത ബോട്ടിലെ 4 മത്സ്യത്തൊഴിലാളികളെ തിരികെ വിഴിഞ്ഞത്ത് എത്തിച്ചു. ഇവരെ പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുന്നതിനായി ആശുപത്രികളിലേക്ക് മാറ്റി. കുളച്ചിൽ തീരത്തെത്തിയ ഫാത്തിമ മാത ബോട്ടിലെ മറ്റ് 4 മത്സ്യത്തൊഴിലാളികളെ രാത്രിയോടെ വിഴിഞ്ഞത്ത് എത്തിക്കും. കടലിൽ കാണാതായ ശേഷിക്കുന്ന ഒരാൾക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 2 ബോട്ടുകളിലെ 8 മത്സ്യത്തൊഴിലാളികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മറൈൻ എൻഫോഴ്സ്മെന്റിന് ലഭിച്ചത് ഉച്ചയോടെയാണ്. അതിൽ ഒരു ബോട്ടിലുണ്ടായിരുന്ന സഹായമാത എന്ന ബോട്ടിലുണ്ടായിരുന്ന 4 പേരെയാണ് കരയ്ക്കെത്തിച്ച് ഇപ്പോൾ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. 2ാമത്തെ ബോട്ടിലുണ്ടായിരുന്ന ഫാത്തിമ ബോട്ടിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച വിവരങ്ങൾ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് തമിഴ്നാട് തീരത്ത് നിന്നാണ് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോവളം MLA കൂടിയായ M. വിൻസെന്റ് നമ്മളോട് പങ്കുവെക്കും. ഇപ്പോൾ 8 പേരെ സംബന്ധിച്ചും ആശ്വാസകരമായ ഒരു വാർത്ത. ഇന്ന് രാവിലെ 11 മണിവരെ വലിയ ആശങ്കയിലായിരുന്നു വിഴിഞ്ഞം തീരം. അതൊരു 11:15 കൂടിയിട്ടാണ് ഈ സഹായമാതയിലുള്ള 4 പേരുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതോടുകൂടി ഒരു പകുതി ആശ്വാസമായി. ഏതാനും ഒരു 3/4 മണിക്കൂർ മുമ്പാണ് മറ്റേ ബോട്ടിന്റെ സിന്ധുയാത്ര മാത ബോട്ടിന്റെ മത്സ്യത്തൊഴിലാളികൾ കൂടി സേഫ് ആണെന്നുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇനി ഒരാളെ കൂടിയിട്ടാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അതിന്റെ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നിപ്പോ 2ാമതായി നമുക്ക് കിട്ടിയിട്ടുള്ള അവര് ഇന്ന് രാത്രിയോടുകൂടി മുട്ടത്തെത്തി. അവിടെ നിന്ന് അവര് മിക്കവാറും റോഡ് മാർഗമായിരിക്കും ഇവിടെ എത്തിച്ചേരുന്നത്. വലിയ ആശ്വാസമായി. ആശ്വാസമായി മാറി. ഓക്കെ. അത് തന്നെയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ മുഴുവൻ പ്രതീക്ഷ. കാരണം വലിയ ആശങ്ക നിലനിന്ന 3 പകലുകളും 3 രാത്രികളും വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇവിടുന്ന് ഈ 2 ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് വേണ്ടി വലിയ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത്. ഇന്നലെയാണ് ഈ ബോട്ടുകൾ കാണാതായി എന്ന ഏറ്റവും ആശങ്ക ഉണർത്തുന്ന വാർത്ത ഈ തീരത്തെത്തുകയും അത് വലിയ തരത്തിലുള്ള ഉദ്വേഗകരമായ സാഹചര്യങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തത്. എന്തായാലും കോസ്റ്റ് ഗാർഡും
മറൈൻ എൻഫോഴ്സ്മെന്റും അതോടൊപ്പം തന്നെ നേവിയുമൊക്കെ സംയുക്തമായി നടത്തിയ പരിശോധനകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ 2 ബോട്ടുകളും കാണാമറയത്തായിരുന്ന 2 ബോട്ടുകളും കണ്ടെത്തി. അതിലെ മത്സ്യത്തൊഴിലാളികളെ കരമാർഗവും കടലിലൂടെയും ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാനത്ത് മലയോര മേഖലയിലടക്കം അതിശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ ആലപ്പുഴയിൽ ഒരാൾ മരിച്ചു. ഹരിപ്പാട് മത്സ്യബന്ധനത്തിന് പോയ പള്ളിപ്പാട് സ്വദേശി സ്റ്റീവ് ആണ് മരിച്ചത്. കാറ്റിലും മഴയിലും വ്യാപകമായി മരങ്ങൾ കടപുഴകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം പേരൂർക്കടയിൽ മരം വീണ് SAP ക്യാമ്പിലെ 4 പോലീസുകാർക്ക് പരിക്കുപറ്റി. മലയോര മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. കേശവദാസപുരത്ത് മരം റോഡിന് കുറുകെ വീണു. കൊല്ലത്ത് മഴക്കെടുതിയിൽ 6 വീടുകൾ പൂർണ്ണമായും 164 വീടുകൾ ഭാഗികമായും തകർന്നുവെന്നാണ് പ്രാഥമിക കണക്ക്. കൊട്ടാരക്കര താലൂക്കിൽ 34, പൂയപ്പള്ളി, വെളിയം, ഓടനാവട്ടം, വെളിനെല്ലൂർ എന്നിവിടങ്ങളിൽ 15 വീടുകളും തകർന്നു. ആദിച്ചനെല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. അഞ്ചൽ, അറക്കൽ, അലയമൺ, എരൂർ, ചെന്നപ്പേട്ട, ഇടമുളയ്ക്കൽ എന്നിവിടങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഏറം വായനശാല ജംഗ്ഷനിൽ 60ഓളം വാഴകൾ നിലം പൊത്തി. റബ്ബർ കൃഷിക്കും നാശമുണ്ട്. പമ്പയാറ്റിൽ ജലനിരപ്പുയർന്നതോടെ തിരുവല്ല അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. പുളിക്കീഴ്, പെരിങ്ങര, ശ്രീമൂലപുരം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ആറന്മുള ഏഴിക്കാട് കോളനിയിൽ വെള്ളം കയറി. 30ഓളം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 350ഓളം കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. തിരുവല്ല ഉത്രമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി. പത്തനംതിട്ടയിൽ 6 വീടുകൾ പൂർണ്ണമായും 127 വീടുകൾ ഭാഗികമായും തകർന്നുവെന്നാണ് കണക്ക്. KSEBിക്ക് മാത്രം 68 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. ആലപ്പുഴ ഹരിപ്പാട് മീൻ പിടിക്കാൻ പോയ യുവാവ് വള്ളം മറിഞ്ഞു മരിച്ചു. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി സ്റ്റീവാണ് മരിച്ചത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം റോഡിൽ വെള്ളം കയറി. KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. 4 താലൂക്കുകളിലായി 26 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 851 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അമ്പലപ്പുഴയിൽ 10 ക്യാമ്പുകളിലായി 715 കുടുംബങ്ങളും, കുട്ടനാട് 5 ക്യാമ്പുകളിലായി 26 കുടുംബങ്ങളും, കാർത്തികപ്പള്ളിയിൽ 3 ക്യാമ്പുകളിലായി 76 കുടുംബങ്ങളും, ചെങ്ങന്നൂരിൽ 8 ക്യാമ്പുകളിലായി 34 കുടുംബങ്ങളുമുണ്ട്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2343.78 അടിയായി. സംഭരണശേഷിയുടെ 40.62% ജലനിരപ്പ്. കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകുന്നത് തുടരുന്നു. ഇരട്ടയാർ, കല്ലാർ ഡാമുകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രാ നിരോധനം തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ രാത്രികാല യാത്ര ഒഴിവാക്കണം. മലവെള്ളപ്പാച്ചിലുണ്ടായ ചേർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. വാഹനങ്ങൾ ചന്ദ്രഗിരി പാലം, കാഞ്ഞങ്ങാട് വഴി തിരിച്ചുവിടുകയാണ്. ഇന്നും പല ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മഴക്കെടുതിയിൽ ഇടുക്കി ജില്ലയിൽ 148 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 138 വീടുകൾ ഭാഗികമായും 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇടുക്കി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായത്. ഇവിടെ മാത്രം 55 വീടുകളാണ് തകർന്നത്. ഇതിൽ 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. തൊടുപുഴ താലൂക്കിൽ 29, ദേവികുളം താലൂക്കിൽ 28, ഉടുമ്പൻചോല താലൂക്കിൽ 25, പീരുമേട് താലൂക്കിൽ 11 വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. ഏകദേശം 5.48 കോടി രൂപയുടെ കൃഷിനാശമാണ് ജില്ലയിൽ ഉണ്ടായതെന്നാണ് പ്രാഥമിക കണക്കുകൾ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ശക്തമായ കാറ്റിൽ പരസ്യ ബോർഡും മേൽക്കൂരയും ദേശീയപാതയിലേക്ക് വീണു. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലേക്കാണ് പരസ്യ ബോർഡും കെട്ടിടത്തിന്റെ മേൽക്കൂരയും പതിച്ചത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. സർവീസ് റോഡിൽ വീഴാതെ പ്രധാന പാതയിൽ വീണതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. കടലാക്രമണം രൂക്ഷമായ കണ്ണമാലിയിൽ നിരവധി വീടുകൾ തകർച്ചയുടെ വക്കിലാണ്. കടലാക്രമണം തടയാൻ ഇക്കുറിയും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ അധികൃതർ നടത്തിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ആശങ്കയോടെയാണ് ഇവർ ഓരോ ദിവസവും പിന്നിടുന്നത്. കടലാക്രമണത്തിന്റെ രൂക്ഷത നേരിട്ട് അനുഭവിക്കുന്ന മേഖലകളാണ് കണ്ണമാലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും. ചിലർ വീടുപേക്ഷിച്ചു പോയി. മണ്ണടിഞ്ഞ് പല വീടുകളും ഉപയോഗിക്കാൻ പറ്റാത്തവയായി. ബന്ധുവീടുകളിൽ അഭയം തേടിയവരും നിരവധി. മഴക്കാലം എത്തും മുൻപ് പൂർത്തീകരിക്കേണ്ട കടൽഭിത്തിയുടെ അറ്റകുറ്റപ്പണികളടക്കമുള്ളവ ചെയ്യാത്തതാണ് വിനയായതെന്നാണ് നാട്ടുകാർ പറയുന്നത്.
അധികൃതരാരും ഇവിടേക്ക് ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. ജിയോ ബാഗ് വെച്ചതാണ് ഞങ്ങൾക്ക് ഇത്രയും പരിഹാരം ഉണ്ടായത്. ജിയോ ബാഗ് വെക്കാത്തത്രയും കാലമാണ് ഇപ്പൊ ഈ കരളി കയറിയത്. അതേസമയം ജിയോ ബാഗാണ് കയറ്റി വെച്ചിരുന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പൊട്ടിയല്ല. അതായത് ഞങ്ങള് ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതാ, അവർ ഒരുപാട് വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് തന്നതാ. ഇപ്പൊ അവരെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ഒരു കൊല്ലങ്ങളിൽ ഒരു മാസത്തേക്ക് മുമ്പ് അവർ കുറെ ചാക്ക എന്തെങ്കിലും ഇവിടെ വെച്ച് അടച്ചെങ്കിൽ ഞങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങിയല്ല. അപ്പൊ അവരിത് വന്നു കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. വന്നു കഴിഞ്ഞ് ഇവിടെ ചെയ്യാൻ മണ്ണ എന്തെങ്കിലും ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അവരുടെ പരിപാടി അതാ. അവർ പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നശിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ വന്നിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇന്നാണ് ഇപ്പൊ ഇത്തിരി കടൽ കുറഞ്ഞേക്കണം. അതുപോലും തിരക്കാൻ വരാൻ അവരില്ല. കണ്ണമാലി ചെറിയ കടവ് മുതൽ വലിയൊരു മേഖല മുഴുവനായും കടൽക്കയറ്റത്തിന്റെ രൂക്ഷത അനുഭവിക്കുകയാണ്. നിർദ്ദിഷ്ട ടെട്രാപോഡ് കടൽഭിത്തിയുടെ നിർമ്മാണത്തെക്കുറിച്ച് സർക്കാരോ ജനപ്രതിനിധികളോ ഒരു ഉറപ്പും ഇപ്പോൾ ഇവിടുത്തുകാർക്ക് നൽകുന്നുമില്ല. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കാലാവസ്ഥ നോക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ദിവസത്തിൽ മാറ്റം വേണോ എന്ന കാര്യം തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നോക്കിയ ശേഷം നമുക്ക് നാളെ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ മാനേജറെ മർദ്ദിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച നടൻ ഉണ്ണി മുകുന്ദൻ. എന്നാൽ തർക്കത്തിനിടയിൽ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞുവെന്ന് നടൻ സമ്മതിച്ചു. വിപിൻ തന്റെ മാനേജർ അല്ലെന്നും അങ്ങനെ ഒരു ഉടമ്പടി തങ്ങൾക്കിടയിൽ ഇല്ലെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. ടൊവിനോയുടെ നരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് താൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ സിനിമയിൽ, പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ 3 വർഷത്തോളം എൻ്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അയാളെ ഞാൻ അവൻ്റെ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്. ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു, സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു പോയി. മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഹർജി തീർപ്പാക്കിയത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കുറ്റങ്ങളാണ് എഫ്ഐആറിലുള്ളതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പരാതിക്കാരൻ ഉണ്ണി മുകുന്ദന്റെ മാനേജറായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കേസ് ഡയറിയിൽ പറയുന്നു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ഉള്ളത് എന്ന് രേഖപ്പെടുത്തിയാണ് കോടതിയുടെ നടപടി. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ ഒടുവിൽ കാട് കയറ്റി. 7.5 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കാട്ടിലേക്ക് തുരത്തിയത്. അതേസമയം പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ചീരക്കടവ് സ്വദേശി മല്ലൻ മരിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയായി ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു. ധോണിയിലെ അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ ഉപയോഗിച്ചാണ് കാട്ടാനയെ തുരത്തിയത്. വാളയാർ റേഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു ദൌത്യം. പ്രദേശത്ത് നിലയുറപ്പിച്ച ആന വലിയ നാശനഷ്ടമുണ്ടാക്കിയിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ശാശ്വത പരിഹാരം വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ദൌത്യത്തിന്റെ ചെലവ് പുതുശ്ശേരി പഞ്ചായത്താണ് വഹിച്ചത്. അതേസമയം അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ചീരക്കടവ് സ്വദേശി മല്ലൻ ചികിത്സയിലിരിക്കെ മരിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് മല്ലനെ കാട്ടാന ആക്രമിച്ചത്. ചീരക്കടവിലെ വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് പശുവിനെ മേയ്ക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു മല്ലൻ. ഗുരുതരമായി പരിക്കേറ്റ മല്ലനെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കോട്ടത്ര ട്രൈബൽ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി പീരുമേട് പ്ലാക്കത്തടത്ത് കാട്ടാന ആക്രമണം. പ്ലാക്കത്തടം പട്ടികവർഗ സെറ്റിൽമെന്റ് ഭാഗത്താണ് കാട്ടാന എത്തിയത്. പ്രദേശവാസിയായ മോഹന്റെ പുരയിടത്തിൽ കാട്ടാന നാശം വരുത്തി. തെങ്ങ്, കമുക, വാഴ, ഏലം ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു. വനംവകുപ്പിന്റെ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോതമംഗലത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ മലമ്പാമ്പിനെ രക്ഷപ്പെടുത്തി. രാവിലെ കുളിക്കാനെത്തിയ പ്രദേശവാസികളാണ് പാമ്പിനെ ആദ്യം കണ്ടത്. കുട്ടമ്പുഴ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലക സംഘമെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. 15 കിലോ തൂക്കം വരും.
രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 മരണം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2710 ആയി. കേരളത്തിൽ മാത്രം 1747 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 7 മരണവും 42 പുതിയ കേസുകളുമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണം 22ഉം ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2710മായി ഉയർന്നു. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. സംസ്ഥാനത്ത് മാത്രം 1147 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിൽ 424, ഡൽഹി 294, ഗുജറാത്ത് 223, കർണാടകയിലും തമിഴ്നാട്ടിലും 148 കേസുകളും പശ്ചിമ ബംഗാളിൽ 116 കേസുകളും റിപ്പോർട്ട് ചെയ്തു. കൊറോണ വൈറസിന്റെ ഒമിക്രോൺ വകഭേദങ്ങളുടെ വ്യാപനമാണ് വീണ്ടും കോവിഡ് കേസുകൾ ഉയരാൻ കാരണം. സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് പുതിയ വകഭേദത്തിലും കാണപ്പെടുന്നതെന്നും അതിനാൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് കിടക്കകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, പരിശോധനാ കിറ്റുകൾ, വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ വ്യാപകമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ലെങ്കിലും ലാബുകളിൽ RT-PCR പരിശോധനാ സംവിധാനം ഒരുക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകർ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ തുടങ്ങിയവരും പൊതുയിടങ്ങളിലും യാത്രകളിലും ഉൾപ്പെടെ മാസ്ക് ധരിക്കാനും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കാനും ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കേരളത്തിലെ ഇടപാടുകളും അന്വേഷണത്തിലേക്ക്. പയ്യന്നൂരിലും പാലക്കാടുമായി ഇവർ നടത്തിയ സന്ദർശനമാണ് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന പോലീസും സംയുക്തമായി അന്വേഷിക്കുന്നത്. പയ്യന്നൂരിലെ ഒരു ക്ഷേത്രത്തിലെ തെയ്യ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ജ്യോതി തന്നെയാണ് യൂട്യൂബ് പേജിൽ പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിലെത്തിയ ഇവർ 7 ദിവസം സംസ്ഥാനത്ത് തങ്ങിയതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ ഇവർ ബന്ധപ്പെട്ട വ്യക്തികളടക്കം അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ആയുധധാരികളുടെ സംരക്ഷണയിൽ പാകിസ്ഥാനിലൂടെ ജ്യോതി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയതിന് നിയമവിദ്യാർത്ഥിനി അറസ്റ്റിൽ. പൂനെയിലെ നിയമവിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ശർമിഷ്ഠ പനോളിയാണ് കൊൽക്കത്ത പോലീസ് ഗുരുഗ്രാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി ഗുരുഗ്രാമിലെത്തിയ കൊൽക്കത്ത പോലീസ് വിദ്യാർത്ഥിനിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പാക് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിക്ക് മലയാളി സംഘടന ദുബായിൽ സ്വീകരണമൊരുക്കിയതിനെ ചൊല്ലി വിവാദം. അഫ്രീദിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. എന്നാൽ അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന അഫ്രീദി ക്ഷണിക്കാതെ ചടങ്ങിലേക്ക് വരികയായിരുന്നുവെന്നാണ് സംഘാടകരുടെ വിശദീകരണം. സർവകലാശാലയുമായി ബന്ധമുണ്ടെന്ന തരത്തിലെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കുസാറ്റ് അധികൃതർ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായിൽ പരിപാടി സംഘടിപ്പിച്ചത്. പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് കമ്മ്യൂണിറ്റി സെന്ററായിരുന്നു വേദി. ഈ പരിപാടിയിൽ പാക് മുൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും പങ്കെടുത്തതാണ് വിവാദമായത്. ഷാഹിദ് അഫ്രീദിയെ വേദിയിലേക്ക് ആനയിക്കുന്നതും സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ആനയിച്ചു കൊണ്ടുവന്ന് ആഘോഷം സംഘടിപ്പിച്ച മലയാളി സംഘടനയെ 5-ാം പത്തികൾ എന്നല്ലാതെ എന്ത് വിളിക്കാനെന്നായിരുന്നു BJP നേതാവ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. വിമർശനം കടുത്തതോടെ വിശദീകരണവുമായി സംഘടനാ ഭാരവാഹികൾ രംഗത്തെത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപേ ഹാൾ ബുക്ക് ചെയ്തിരുന്നതാണ്. മറ്റൊരു വേദി കണ്ടുപിടിക്കുന്നത് അസാധ്യമായതിനാൽ അതേ വേദിയിൽ തന്നെ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ചടങ്ങിലേക്ക് താരങ്ങളെ ക്ഷണിച്ചിരുന്നില്ല. അതേ ഓഡിറ്റോറിയത്തിൽ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന താരങ്ങൾ വിളിക്കാതെ കയറി വരികയായിരുന്നുവെന്നും എല്ലാം പെട്ടെന്നായതിനാൽ നിയന്ത്രിക്കാൻ ആയില്ലെന്നുമാണ് വിശദീകരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചത് യുഎസിന്റെ ഇടപെടലിലൂടെയാണെന്ന അവകാശവാദം വീണ്ടും ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിയുതിർക്കുന്നവരുമായി വ്യാപാരം നടത്താനാകില്ലെന്ന് ഇരു രാജ്യങ്ങളോടും വ്യക്തമാക്കി. ഒരു ആണവ ദുരന്തമായി മാറിയേക്കാവുന്ന സംഘർഷമാണ് താൻ ഇടപെട്ട് ഒഴിവാക്കിയതെന്നും ട്രംപ് ആവർത്തിച്ചു. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളത്തിൽ ഭവ്യ പാർവതി ചേരും. നമസ്കാരം.